ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് പോർക്കും കായയാണ്. നല്ലൊരു അടിപൊളി കോമ്പിനേഷനാണ് പോർക്കും കായയും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കണേന്ന് നോക്കാം. അതിനായിട്ട് പോർക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. 1 കിലോ പോർക്കാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇതിലോട്ട് 4 ടീസ്പൂണോളം ചൊറുക്ക ഒഴിച്ചു കൊടുക്കാം. പോർക്കിൽ ചൊറുക്കൊഴിച്ച് വേവിച്ച് കഴിഞ്ഞാൽ പോർക്കിൻ്റെ നെയ്യൊന്നും അധികം ഉരുകാതെ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചൊറുക്ക് ചേർക്കുന്നത്. പിന്നെ ഇതിലോട്ട് മഞ്ഞൾപ്പൊടി 1 ടീസ്പൂണും ആവശ്യത്തിന് ഉപ്പും പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് വേപ്പിലയും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കുക. എന്നിട്ട് അത് 1 മണിക്കൂർ നമുക്ക് മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. ഇനി ഇതിലോട്ട് 3 പച്ച നേന്ത്രക്കായാണ് വേണ്ടത്. പച്ച നേന്ത്രക്കായയുടെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഇങ്ങനെ രണ്ടാക്കിയിട്ട് അരിഞ്ഞെടുക്കാം. ഒരു മണിക്കൂർ മാരിനേറ്റ് ചെയ്ത ശേഷം നമുക്ക് ചട്ടിയിൽ വേവിച്ചെടുക്കാം. പോർക്ക് ചട്ടിയിൽ കിടന്ന് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റാം. അപ്പോൾ ചട്ടിയിൽ കുറച്ച് നെയ്യ് ഉണ്ടാവും. ആ നെയ്യിൽ തന്നെ വേണം നമുക്ക് കായയും വേവിച്ചെടുക്കാൻ. പോർക്കിൽ നിന്ന് ഉരുകി വന്ന നെയ്യിൽ കായ ഇട്ട് വേവിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇനി ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, ഉപ്പ് കുറവാണെങ്കിൽ ലേശം ഉപ്പ് ചേർക്കാം, അത് നോക്കിയിട്ട് ചേർക്കാം. എന്നിട്ട് അത് നന്നായിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഈ സമയം നമുക്ക് മസാലയ്ക്കുള്ള പൊടികൾ വറുത്തെടുക്കാം. അതിനായിട്ട് മല്ലിപ്പൊടി 4 ടീസ്പൂൺ, മുളക് പൊടി 3 ടീസ്പൂൺ, കാശ്മീരി ചില്ലി പൗഡർ 2 ടീസ്പൂൺ എന്നിവയൊക്കെ ചേർത്തൊന്ന് ഒരു ബ്രൗൺ കളർ ആവണ വരെ വറുത്തെടുക്കാം. ഇനി നമുക്ക് കടായിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ 2 വലിയ സവാള നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ലേശം ഉപ്പ് ചേർത്താൽ പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും. സവാള ഒന്ന് വഴന്ന് വരുമ്പോൾ ഇതിലേക്ക് കറിവേപ്പിലയും 4 പച്ചമുളക് നെടുകെ കീറിയതും ചേർക്കാം. സ്പൈസ് ലെവൽ അനുസരിച്ചിട്ട് പച്ചമുളകിൽ മാറ്റം വരുത്താം. ഇരുപതല്ലി വെളുത്തുള്ളിയും 1 വലിയ കഷ്ണം ഇഞ്ചി ചതച്ചതും ഇതിലേക്ക് ചേർക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നേരത്തെ വറുത്ത് വെച്ച പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടികൾ ചേർത്തതിന് ശേഷം നമ്മൾ നേരത്തെ ചട്ടിയിൽ വേവിച്ച പോർക്ക് അതും ഇതിലോട്ട് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം.
സിമ്മിലിട്ടതിന് ശേഷം ഒരു 10 മിനിറ്റോളം മൂടി വയ്ക്കാം. ഇതിലോട്ട് 1/2 ടീസ്പൂൺ ഗരം മസാലയും ചേർക്കാം. ചട്ടിയിലിട്ട് നേരത്തെ വേവിച്ച് വെച്ച നേന്ത്രക്കായും ഇതിലോട്ട് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇത് സിമ്മിലിട്ടതിന് ശേഷം കുറച്ച് നേരം മൂടി വെച്ചെടുക്കാം. അപ്പോഴാവും കായയിൽ ഈ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കുള്ളൂ. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. പോർക്കും കായും അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇത് എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു അടിപൊളി റെസിപ്പിയാണ്.